പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ദൂരത്തും ചാരത്തും വരുന്ന കേൾക്കുന്ന സകലർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിത്യനായ ദൈവം, സത്യദൈവം, ത്രിയേക ദൈവം നമ്മെ നടത്തുന്ന തൻ്റെ അത്ഭുത വഴികൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പഴയൊരു പാട്ട് ഇങ്ങനെയുണ്ട്. ഞാനതിൻ്റെ എല്ലാ ചരണങ്ങളും ഓർക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ ഡിവോഷൻ റെക്കോർഡ് ചെയ്യാനായിട്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ പാട്ട് കയറി വന്നു. Many things about tomorrow I don't seem to understand, but I know who holds tomorrow, but I know who holds my hand. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പല കാര്യങ്ങളും നാളെയെക്കുറിച്ചുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. നാളെയെക്കുറിച്ചറിയാവുന്ന ഒരുവനുണ്ട്. നാളെയെക്കുറിച്ച് അറിയാവുന്ന ആ ഒരുവൻ, അവനാണ് തൻ്റെ വലങ്കര നീട്ടി എന്നെ പിടിച്ചിരിക്കുന്നത്. ഉറപ്പ് പ്രാപിക്കാമോ ദൈവവേദലേ? We don't know what the future holds, but we know who holds the future. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാത്തിൻ്റെ അവസാനം കുഞ്ഞെ നീ വിചാരിക്കുന്നത് പോലെ അല്ല. നമ്മുടെ ഭാവി അൺസേർട്ടനായിട്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ സകലതും നിശ്ചലമായി പോയല്ലോ എന്ന് നിനക്ക് തോന്നുമ്പോൾ, തീർച്ചയായും വലിയ ഭയം നമ്മെ ഗ്രസിക്കുവാൻ തുടങ്ങും. നമ്മുടെ എല്ലാ കാര്യവും ഇതോടെ അവസാനിക്കുകയാണെന്ന് നമുക്ക് തോന്നും. ഇറ്റ് മൈറ്റ് സീം ലൈക്ക് യുവർ സ്റ്റോറി ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. പക്ഷേ അല്ല കേട്ടോ. ഒരു വചനഭാഗം ഞാൻ പറയട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. 2 Corinthians chapter 4 verses 8 and 9. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. പറയാൻ പറ്റുമോ? പല വിധത്തിലുള്ള കഷ്ടം പൗലോസ് സഹിച്ചു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ അദ്രിയ കടലിൽ സകല ആശയും അറ്റുപോകേണ്ടടുത്ത് തൻ്റെ ആശ അറ്റുപോയില്ല. എന്തുകൊണ്ടാണ്? താൻ ഈശനിൽ പ്രത്യാശ വെച്ചതുകൊണ്ട്. പാട്ടുകാരൻ പറയുന്നത് പോലെ, താൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചതുകൊണ്ട്, ദൈവം തനിക്ക് കൊടുത്ത വാഗ്ദത്തത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് താൻ ഇടുങ്ങിപ്പോയില്ല. പ്രൈസ് ഗോഡ്. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഇസ്രായേൽ മക്കൾ ബുദ്ധിമുട്ടിയപ്പോൾ നിരാശപ്പെട്ടു. പക്ഷെ പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുക, തിരുവചനത്തിലെ ഭക്തന്മാർ പ്രൈസ് ഗോഡ് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും നിരാശപ്പെടാതെ ഇരിക്കും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ദലീല വാക്കുകളാൽ ശിംശോനെ ബുദ്ധിമുട്ടിച്ചു. പക്ഷേ നിരാശപ്പെടാതെ ഇരിക്കുവാനൊക്കെ താൻ ഒരു പരിധിവരെ ശ്രമിച്ചു. നിരാശപ്പെടുവാൻ ഇടയാകരുത് കേട്ടോ. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ജോസഫിനെ ഒന്ന് നോക്കിയാട്ടെ. അപ്പൻ ഉപേക്ഷിച്ചു, അമ്മ ഉപേക്ഷിച്ചു, സഹോദരന്മാർ ഉപേക്ഷിച്ചു, പൊത്തിഫേറിൻ്റെ ഭാര്യ കുറ്റം ചുമത്തി, എന്തെല്ലാം ഉപദ്രവം താൻ സഹിച്ചു. പക്ഷെ ദൈവം അവനെ ഉപേക്ഷിച്ചോ? ഇല്ലെന്നേ. ദൈവ പൈതലേ, ആ ദൈവം എന്നെയും നിന്നെയും ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്നെ ചേർത്ത് പിടിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ എന്നെയും ചേർത്ത് പിടിക്കും. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. നമുക്കറിയാം, സിംഹക്കുഴിയിൽ വീണ് കിടന്ന ഒരു ദാനിയേൽ
തീയിൽ വീണുപോയ കൊണ്ടിട്ട തീയിലായിപ്പോയ ചന്ദ്രക് മേശക് അബേദ്നെഗോ നശിച്ചു പോയോ? അവർ നശിച്ചു പോയില്ല. ഒരിക്കലും നഷ്ടം വരത്തില്ല കേട്ടോ. അവസാനം നീ ജയിക്കത്തേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും നീ ജയിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ടാണ് ഇത് കേൾക്കുന്നതെന്ന് അറിയത്തില്ല. ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് ഒന്ന് കൈ ഉയർത്തിക്കേ. പ്രൈസ് ഗോഡ്. ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കൈ ഉയർത്തി പിടിച്ചിരിക്കുക. കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ, ഇല്ല, ഞാൻ നിരാശപ്പെടത്തില്ല, ഞാൻ ഉപേക്ഷിക്കപ്പെടത്തില്ല, ഞാൻ ഇടുങ്ങിയിരിക്കത്തില്ല, ഞാൻ ഉപേക്ഷിക്കപ്പെടത്തില്ല, എൻ്റെ കർത്താവിനെ ചേർത്തുകൊള്ളും. പറയാൻ പറ്റുമോ? സ്വർഗം അക്നോളജ് ചെയ്തിരിക്കുക കേട്ടോ. യു വിൻ ഇൻ ദ എൻഡ് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. ഒരു ഗ്ലോബൽ സിക്നെസ് വന്നിട്ട് നിൻ്റെ ജീവിതത്തെ എടുത്തു കളയുമെന്നുള്ളൊരവസ്ഥ വന്നാലും നീ യേശു കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്കറിയാം, ഞാൻ സ്ട്രെയിറ്റ് ഐ വിൽ ബി ഗോയിങ് ഇൻ ടു ഗോഡ്സ് പ്രസൻസ്. ഞാൻ ദൈവസന്നിധിയിലേക്ക് അങ്ങ് പോകും. അത്രയേ ഉള്ളല്ലോ. അതിൽ കൂടുതലൊന്നും വേറെ വരാനില്ലല്ലോ. പ്രത്യാശയ്ക്ക് ഭംഗം വരരുതേ. നിൻ്റെ ജീവിത യാത്രയിൽ ദൈവം കൂടെയിരിക്കും. പ്രൈസ് ഗോഡ്. എന്തൊക്കെ പ്രൈസ് ഗോഡ് രോഗങ്ങൾ കടന്നു വന്നാലും പ്രൈസ് ഗോഡ്, നിൻ്റെ ടെൻഷൻ എനോർമസ് ആയി തീരാം. പക്ഷേ ദൈവവചനത്തിൽ നീ വിശ്വസിക്കുന്നവളാണെങ്കിൽ ആശ്വാസം പ്രാപിച്ചിരിപ്പാനും അതോടൊപ്പം അനേകരെ ആശ്വസിപ്പിക്കാനും ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. ഒരിക്കലും ആങ്ഷ്യസ് ആയി പോകരുതേ. ഒത്തിരി വറിയടിക്കുവാനായിട്ട് വിട്ട് കൊടുക്കരുതേ. നമുക്കാർക്കും അറിയത്തില്ല എത്രമാത്രം സമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ടെന്ന്. എത്ര മണിക്കൂർ ബാക്കിയുണ്ട്, എത്ര മിനിറ്റ് ബാക്കിയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നല്ലേ എത്ര ദിവസം, എത്ര ആഴ്ച, എത്ര മാസം, എത്ര വർഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് അറിയാമോ? അതിൻ്റെ അർത്ഥം നാം പ്രത്യാശയില്ലാതെ ജീവിക്കണമെന്നല്ല. ടു ലീവ് വിത്ത് ഹോപ്പ് ഇൻ ദ മിഡിൽ ഓഫ് ക്രൈസിസ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഒന്ന് മാറ്റണം, നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റണം. എല്ലാ സംഗതികളെയും നാം നിത്യതയോട് ബന്ധപ്പെടുത്തി കാണണം. യു ഹാവ് ടു ലീവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. സ്വർഗത്തിൽ ഒരു ദിവസം നാം നമ്മുടെ യേശു കർത്താവിനെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ വേദന മാറും, നമ്മുടെ രോഗം മാറും, നമ്മുടെ വിഷാദം മാറും, നമ്മുടെ സ്ട്രെസ്സ് മാറും, നമ്മുടെ സോറോസ് ആൻഡ് ഗ്രീവ്സ് ഇതെല്ലാം മാറും. ദൈവവൈതലേ, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കൂ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ച് കളയും, ഇനി മരണമുണ്ടാകുകയില്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എത്ര ധാരധാരയായി പോയിട്ടുണ്ട് അല്ലേ? പ്രൈസ് ഗോഡ്. അപ്പോഴും നിൻ്റെ സ്റ്റോറി അവിടെ അവസാനിച്ചില്ല അല്ലേ? ഭാവിയിൽ എന്തൊക്കെയാണ് നിൻ്റെ മുമ്പിൽ ഇനിയും ഫേസ് ചെയ്യാനിരിക്കുന്നത് നിനക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഭാവിയെ തൻ്റെ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കരത്തിൽ ആ കുഞ്ഞെ നീയും ഇരിക്കുന്നു എന്നുള്ള ആ പ്രത്യാശയുണ്ടെങ്കിൽ ക്ഷീണിച്ചു പോകത്തില്ല. അതുകൊണ്ട് ഭയത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് നാം നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റണം. അതിനായിട്ട് ഏതെങ്കിലും സ്പെസിഫിക് വേ അതിൽ കൂടി അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസത്തിൽ തീരുമാനമെടുക്കുക. അപ്പടി നിരാശപ്പെട്ട് ഡിസ്കറേജ്ഡായിട്ട് ഭയപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താട്ടെ, ആ വിഷയം ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിച്ചേ. ഏത് ക്രൈസിസിൻ്റെ മധ്യത്തിലും ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്, പ്രത്യാശയും ധൈര്യവുമുള്ളവരായി നിൽപ്പാൻ, ഉറപ്പുള്ളവരായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചേ. അവൻ നമ്മെ സഹായിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്നിൽ തന്നെ പ്രത്യാശ വെച്ചുകൊണ്ട് നിത്യതയെക്കുറിച്ചുള്ളൊരു വലിയ കാഴ്ചപ്പാട് ഞങ്ങളുടെ ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട്
മുന്നോട്ട് ജീവിപ്പാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പകർന്നു തരുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.